സ്വയം ഓൺലൈൻ കോഴ്സ് 8th വീഡിയോയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 71 മുതൽ 80 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് സൈക്കോളജി എന്നതാണ്. വരുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിൽ വരുന്ന ക്ലാസ്സുകൾ തന്നെയാണ് ഇതിലും ഉൾപ്പെടുത്തുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 71ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് NLP പ്രീ സപ്പോസിഷൻസ് ആർ general beliefs underlying a system or superstitious beliefs statement in the NLP world taught by Bandler. ഓക്കെ, NLP നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. അതിൽ എന്താണ് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത്, അതിൽ എന്ത് കാര്യത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ NLP വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ജനറൽ ബിലീഫ്സ് അണ്ടർലൈങ് എ സിസ്റ്റം എന്നുള്ളതാണ്. ഓക്കെ, ജനറൽ ബിലീഫ്സ് അണ്ടർലൈങ് എ സിസ്റ്റം എന്നുള്ളതാണ് NLPയുടെ പ്രീ സപ്പോസിഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ കാതലായിട്ടുള്ള തീം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബാൻഡ്ലർ ആണ് എന്ത് ഈ NLP കൊണ്ടുവന്നിട്ടുള്ളത്. അത് അടുത്തൊരു ചോദ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്യണം. The next question, the type of learning that NLP primarily focuses on is dash. ഏത് തരം ബ്രെയിനിനെയാണ് NLP പ്രൈമർലി ഫോക്കസ് ചെയ്യുന്നത്? ലെഫ്റ്റ് ആണോ, റൈറ്റ് ആണോ, റോട്ട് ലേണിംഗ് ആണോ, ട്രഡീഷണൽ ലേണിംഗ് ആണോ? അത് ബ്രെയിനിനെ തന്നെയാണ്. NLP ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിനിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സംഭവമാണ് ഏത് ബ്രെയിനിനെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? റൈറ്റ് ബ്രെയിൻ ലേണിങ്ങിനെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫൗണ്ടേഴ്സ് ഓഫ് NLP ആർ. ആരൊക്കെയാണ് NLP ഫൗണ്ടേഴ്സ് ആയിട്ട് വരുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ബാൻഡ്ലർ എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻസിൽ വരുന്നത് ഏത് മാത്രമാണ്? ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലൂയിസ് ഹേ ആൻഡ് ആന്തോണി റോബിൻസൺ, ദെൻ ഡോറിൻ വെർച്യു ആൻഡ് ലൂയിസ് ഹേ, ദെൻ ജോൺ ഗ്രിൻഡർ ആൻഡ് റിച്ചാർഡ് ബാൻഡ്ലർ എന്നുള്ളതാണ്. ദെൻ വെർജിന സാറ്റിർ ആൻഡ് മിൽട്ടൺ എറിക്സൺ. ഓക്കെ, ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ജോൺ ഗ്രിൻഡർ ആൻഡ് റിച്ചാർഡ് ബാൻഡ്ലർ ആണ്. റിച്ചാർഡ് ബാൻഡ്ലർ ആൻഡ് ജോൺ ഗ്രിൻഡർ ആണ് ഫൗണ്ടർ ആയിട്ട്, NLPയുടെ ഫൗണ്ടർ ആയിട്ട് എടുത്ത് പറയുന്നത്. NLP എന്ന് പറയുന്നത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് വൺ, ബ്രൈറ്റ്നസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഈ ബ്രൈറ്റ്നസ് എന്തിനെയാണ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്? അത് ഓഡിറ്ററി സബ് മൊഡാലിറ്റീസ് ആണോ, വിഷ്വൽ സബ് മൊഡാലിറ്റീസ് ആണോ, കിനസ്തെറ്റിക് സബ് മൊഡാലിറ്റീസ് ആണോ, ഗസ്റ്റേറ്ററി സബ് മൊഡാലിറ്റീസ് ആണോ? എന്താണ് ഓഡിറ്ററി, എന്താണ് വിഷ്വൽ, എന്താണ് കിനസ്തെറ്റിക്, എന്താണ് ഗസ്റ്റേറ്ററി? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ചോദ്യം ഷുവറായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓഡിറ്ററിയിൽ നിന്നോ, വിഷ്വലിൽ നിന്നോ, കിനസ്തെറ്റിക്കിൽ നിന്നോ, ഗസ്റ്റാറ്ററിയിൽ നിന്നോ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ണ് സംബന്ധമായിട്ടുള്ള വിഷ്വൽ ആയിട്ടുള്ള സബ് മൊഡാലിറ്റീസിൽ തന്നെ വരുന്ന കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട മൊഡാലിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. വിഷ്വൽ സബ് മൊഡാലിറ്റീസും ഉണ്ട്, ഓഡിറ്ററി സബ് മൊഡാലിറ്റീസും ഉണ്ട്. ഈ വിഷ്വൽ സബ് മൊഡാലിറ്റീസിൽ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ബ്രൈറ്റ്നസ്, കളർ, സൈസ്, ഷേപ്പ്, ലൊക്കേഷൻ ആൻഡ് മൂവ്മെന്റ് എന്നുള്ളതാണ്. ദെൻ ഓഡിറ്ററി സബ് മൊഡാലിറ്റീസിലാണെങ്കിൽ സൗണ്ട്, അതിനോടൊപ്പം തന്നെ ലൗഡ്നെസ്, പിച്ച്, ടോണ്, ടെമ്പോ, ക്ലാരിറ്റി ആൻഡ് ലൊക്കേഷൻസ് പോലുള്ള സൗണ്ടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഓഡിറ്ററി സബ് മൊഡാലിറ്റീസിൽ വരുന്നത്. അപ്പോൾ ഈ സെൻസേഴ്സ് എല്ലാം അതിൽ ഏറ്റവും കൂടുതൽ വിഷ്വൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ് വിഷ്വൽ സബ് മൊഡാലിറ്റീസ്. പിന്നെ ഏത് സൗണ്ട് സംബന്ധമായിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതാണ് ഓഡിറ്ററി സബ് മൊഡാലിറ്റീസ് എന്ന് പറയുന്നത്. അതിൻ്റെ അണ്ടറിൽ ഓരോന്നിൽ വരുന്നു പിന്നെ മെയിൻ ഫോക്കസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ 4 പില്ലേഴ്സ് ഓഫ് NLP ആർ. ഇത് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. 4 പില്ലേഴ്സ് ഓഫ് NLP ആർ. ഏതൊക്കെയാണ് 4 പില്ലേഴ്സ്? നോളജ്, സ്കിൽ, ആറ്റിറ്റ്യൂഡ്, പ്രാക്ടീസ് എന്നാണോ? റാപ്പോ, ഔട്ട്കം, സെൻസസ്, ഫ്ലെക്സിബിലിറ്റി എന്നതാണോ? ഗോൾ, സ്ട്രാറ്റജീസ്, ആക്ഷൻസ്, റിസൾട്ട്സ് എന്നതാണോ? കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, ബിഹേവിയർ, റിഫ്ലക്ഷൻസ് എന്നുള്ളതാണോ? ഓക്കെ, നമ്മളിവിടെ ഈ NLP എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആണ്, ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിംഗ് ആണ്, പിന്നെ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിലാണ്. അപ്പം അതിനോട് കേന്ദ്രീകരിച്ച് വരുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഈ നോളജ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്, പ്രാക്ടീസ് എന്ന് പറയുന്നത് അവിടെ ഒരു കമ്മ്യൂണിക്കേഷനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇല്ല. ഗോൾസ്, സ്ട്രാറ്റജീസ്, ആക്ഷൻസ്, റിസൾട്ട്, സി ഓപ്ഷനിൽ അതിൽ കൂടുതൽ കമ്മ്യൂണിക്കേഷൻസിന് പ്രോസസ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇല്ല. കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, ബിഹേവിയർ, റിഫ്ലക്ഷൻ, ഇതിൽ കുറെ കൂടി സാധ്യതയുണ്ട്. അപ്പോൾ ബിയും ഡിയും ആയിരിക്കും നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവുക. അതിൽ കുറെ കൂടി എന്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാനർ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് ഏത് തന്നെയായിരിക്കും? ഓപ്ഷൻ ബി തന്നെയാണ്. അത് റാപ്പോ, ഔട്ട്കംസ്,
സെൻസസ്, ഫ്ലെക്സിബിലിറ്റി. ഇതിന്റെ ഓർഡർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് വരും. പക്ഷേ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് റാപ്പോ, ഔട്ട്കം, സെൻസസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. യഥാർത്ഥത്തിൽ വരുന്ന 4 പില്ലേഴ്സ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാംസിന്റെ 4 പില്ലേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് റാപ്പോ ആണ്, ദെൻ സെൻസറി അക്യൂറ്റി ആണ്, അതിന്റെ തീവ്രതയാണ്, സെൻസറിയുടെ തീവ്രത. സെൻസറി ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ്. ദെൻ ഫ്ലെക്സിബിലിറ്റി ആണ്. എന്ത് ഫ്ലെക്സിബിലിറ്റി ആണ്? ബിഹേവിയറൽ ഫ്ലെക്സിബിലിറ്റി ആണ്. ലാസ്റ്റ് വൺ ഔട്ട്കംസ് ആണ്. അതിൽ വെൽ ഫോംഡ് ഔട്ട്കംസ് ആണ്. കൃത്യമായിട്ടുള്ള പ്ലാൻ ചെയ്ത് പിന്നെ ഫോം ചെയ്യുന്ന ഒരു ഔട്ട്കം ആയിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഏതിലൂടെ? ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലൂടെ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് 4 പില്ലേഴ്സ് എന്ന് പറയുന്നത്? NLPയുടെ റാപ്പോ, സെൻസറി അക്യൂറ്റി ആൻഡ് ബിഹേവിയറൽ ഫ്ലെക്സിബിലിറ്റി, ദെൻ വെൽ ഫോംഡ് ഔട്ട്കംസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാസ്റ്റ് ഫോബിയ ക്യൂർ ഹെൽപ്സ് ഇൻ ഇറാഡിക്കേറ്റിംഗ് പ്രോകാസ്റ്റിനേഷൻ, ടു ഗെറ്റ് ഓവർ ഫിയേഴ്സ്, ടു റിമൂവൽ ഓഫ് സ്കിൻ അലർജി, ടു ഇംപ്രൂവ് പെർഫോമൻസ്. ഈ ഫോബിയ എന്ന് പറയുന്നത് പേടിയാണ്. പലതിനോടുമുള്ള പേടിയാണ് എന്ന് പറയുന്നത്, ഫിയറിനെയാണ് എന്ന് പറയുന്നത് ഫോബിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രോകാസ്റ്റിനേഷൻ ഇറാഡിക്കേറ്റ് ചെയ്യുന്നതാണോ ഫോബിയ, അല്ലെങ്കിൽ സ്കിൻ അലർജി റിമൂവ് ചെയ്യുന്നതാണോ, പെർഫോമൻസ് റിമൂവ് ചെയ്യുന്നതാണോ? അല്ല, തീർച്ചയായിട്ടും എന്ത് തന്നെയാണ്? ടു ഗെറ്റ് ഓവർ ഫിയേഴ്സ് എന്നുള്ളതാണ്. ഫിയറിനെ ഓവർകം ചെയ്യാൻ നേടുന്ന കപ്പാസിറ്റിയാണ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫോബിയ ക്യൂർ എന്ന് പറയുന്നത്. ഫാസ്റ്റ് ഫോബിയ ക്യൂർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഫാസ്റ്റ് ഫോബിയ ക്യൂർ? The fast phobia cure and NLP technique. It is also a NLP technique. Fast phobia cure എന്ന് പറയുന്നത് aims to quickly alleviate phobias by reprogramming the subconscious mind എന്നുള്ളതാണ്. It works by reprocessing traumatic memories in a safe, relaxed state, shifting them from the amygdala to the neocortex എന്ന് പറയുന്നത്. Then where they are converted into a narrative. Okay, ഇത് എന്താണ് ഫോബിയ എന്ന് പറയുന്നത്? ഒരു തെറാപ്പി പോലുള്ള ഒരു സംഭവമാണ് ഫാസ്റ്റ് ഫോബിയ ക്യൂർ എന്ന് പറയുന്നത്. അത് എന്തിനോടാണോ നമുക്ക് പേടി തോന്നുന്നത്, ആ പേടി തോന്നുന്നത് ഒന്നും കൂടി റീപ്രോഗ്രാമിംഗ് ചെയ്യുക, അത് ഒന്നും കൂടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതൊന്നും കൂടി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ 2-3 തവണ പ്രാക്ടീസ് ചെയ്യുക വഴി സബ് കോൺഷ്യസിലേക്ക് കൊണ്ടുവന്ന് അതിനെ കോൺഷ്യസ് മൈൻഡിലേക്ക് വന്നു അതിൽ നിന്നും ഉണ്ടാകുന്ന പേടിയെ ഇല്ലാതാക്കുന്ന രീതിയാണെന്ന് പറയുന്നത് ഫാസ്റ്റ് ഫോബിയ ക്യൂർ എന്ന് പറയുന്നത്. അതും ഒരു NLP ടെക്നിക്കാണ്. നമ്മളിൽ നമ്മുടെ ന്യൂറോളജിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ പാർട്ടിൽ പ്രോഗ്രാമിംഗ് ചെയ്തു വെച്ചിട്ടുള്ള സാധനത്തെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യുന്ന ഒരു രീതിയാണെന്ന് പറയുന്നത് ഫാസ്റ്റ് ഫോബിയ ക്യൂർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ദ പെർസെൻറ്റേജ് ഓഫ് കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് ഇൻ ആൻ ഇൻഡിവിജ്വൽ ഈസ്. എത്ര പെർസെൻറ്റേജ് കോൺഷ്യസ് ഉണ്ട്, പിന്നെ എത്ര പെർസെൻറ്റേജ് സബ് കോൺഷ്യസ് നമ്മുടെ മൈൻഡിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 10%, 90%, 20, 80%, 80, 20%, 90, 10%. ഓക്കെ, ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്ത് തന്നെയാണ്? 10% കോൺഷ്യസ് മൈൻഡും 90% സബ് കോൺഷ്യസ് മൈൻഡും എന്നുള്ളതാണ്. ആ 90% തന്നെയാണ് അൺകോൺഷ്യസ് മൈൻഡ് കൂടി ഉൾപ്പെടുന്നത്. അപ്പോൾ 10% മാത്രമേ കോൺഷ്യസ് മൈൻഡിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നുള്ളൂ. Then the WACOG model is shorthand form for. എന്തിന്റെ ഷോർട്ട് ഫോം ആണ് ഈ വാക്ഹോഗ് എന്ന് പറയുന്നത്? അത് സെൻസറി സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ എല്ലാം നൗൺ സംബന്ധമായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കണം നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്ത് തന്നെയാണ്? വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്, ഓൾഫാക്ടറി ആൻഡ് ഗസ്റ്റേറ്ററി എന്നുള്ളതാണ്. അപ്പോൾ വിഷ്വൽ എന്താണ്, ഓഡിറ്ററി എന്താണ്, കിനസ്തെറ്റിക് എന്താണ്, ഓൾഫാക്ടറി എന്താണ്, ഗസ്റ്റേറ്ററി എന്താണ്, അതൊക്കെ നിങ്ങൾ പല തവണകളായിട്ട് പല ക്ലാസ്സുകളിലായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടാവും. എങ്കിലും ഇവിടെ ഒന്ന് നോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് എ മോഡൽ ദാറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ പീപ്പിൾ പ്രോസസ് ഇൻഫർമേഷൻ യൂസിങ് ദിയർ 5 സെൻസസ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിൽ ഉണ്ടാവുന്ന 5 സെൻസുകളിലൂടെ ഒരു വ്യക്തി എങ്ങനെയാണ് ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നത് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ സെൻസറി പാർട്ട് എന്ന് പറയുന്നത് വിഷ്വൽ ആണ്, രണ്ടാമത്തെ ഓഡിറ്ററി, മൂന്നാമത്തെ കിനസ്തെറ്റിക്, നാലാമത്തത് ഓൾഫാക്ടറി, ദെൻ ലാസ്റ്റ് വൺ ഗസ്റ്റേറ്ററി. ഓക്കെ, വിഷ്വൽ ആയിട്ടുള്ളതിൽ വരുന്ന സീയിങ്, ഇമേജ്, കളർ പാറ്റേൺസ് പോലുള്ളതാണ്. ഓഡിറ്ററിയിൽ വരുന്നത് ഹിയറിങ്, സൗണ്ട്, മ്യൂസിക്സ് ആൻഡ് സ്പോക്കൺ ലാംഗ്വേജസ് എന്നുള്ളതാണ്. കിനസ്തെറ്റിക്കിൽ വരുന്നതാണെങ്കിൽ ഫീലിങ്സ്, സെൻസേഷൻ ആൻഡ് ഫിസിക്കൽ മൂവ്മെന്റ്സ് ആണ്. ദെൻ ഓൾഫാക്ടറിയിലാണ് സ്മെല്ലിങ്, സെന്റ് ഇല്ലേ, അത്ര പോലുള്ളത്, ആരോമാസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, ഓൾഫാക്ടറിയിൽ വരുന്നത്. ഗസ്റ്റേറ്ററിയിൽ വരുന്നത് ടേസ്റ്റ്, ഫ്ലേവേഴ്സ് ആൻഡ് സെൻസേഷൻസ് ഓൺ ദി ടങ്, നാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള സെൻസറി എല്ലാം തന്നെയാണ് ഗസ്റ്റേറ്ററിയിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? 5 സെൻസസ് വഴി നമ്മൾ മനുഷ്യര് ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളായിട്ട് എടുത്തു പറയുന്നത്. 5 സെൻസറിയാണ് ഇവിടെ എടുത്തു പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആങ്കറിംഗ് ഇൻ NLP റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് അസോസിയേറ്റിംഗ് ഡാഷ്. ആങ്കറിംഗ് എന്ന് പറയുന്ന NLP ടെക്നിക്ക് എന്തിനാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? ആൻഡ് ഇന്റേണൽ റെസ്പോൺസ് വിത്ത് എക്സ്റ്റേണൽ ട്രിഗർ എന്നുള്ളതാണ്.
ദ ഫസ്റ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് ഡിസിഷൻസ് എന്നുള്ളതാണ്, അസംഷൻ വിത്ത് റിയാലിറ്റി എന്നതാണ്, ദ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്നുള്ളതാണ്. ആങ്കറിങ് ഈസ് എൻ NLP ടെക്നിക് എന്ന് തന്നെയാണ്. അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ആൻഡ് ഇന്റേണൽ റെസ്പോൺസ് വിത്ത് എക്സ്റ്റേണൽ ട്രിഗർ. എക്സ്റ്റേണൽ ട്രിഗറിലൂടെ നമ്മളിലുണ്ടാവുന്ന ഇന്റേണൽ ആയിട്ടുള്ള റെസ്പോൺസിനെയാണ് എന്ന് പറയുന്നത് ആങ്കറിങ് എന്ന് പറയുന്നത്. സോ ആങ്കറിങ് ഈസ് എ ടെക്നിക് വേർ യു ക്രിയേറ്റ് എ ലിങ്ക് ബിറ്റ്വീൻ എ സ്റ്റിമുലസ് ആൻഡ് എ ഡിസൈർഡ് ഇമോഷണൽ സ്റ്റേറ്റ് ഓർ റിസോഴ്സ്ഫുൾ ബിഹേവിയർ എന്നുള്ളതാണ്. അപ്പോൾ ആങ്കറിംഗ് എന്ന് പറയുന്ന ഒരു NLP ടെക്നിക്ക് തന്നെയാണെന്ന് ആദ്യം നോട്ട് ചെയ്യുക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ലിങ്ക് ചെയ്യുന്നതിനാണ് ആങ്കറിംഗ് എന്ന് പറയുന്നത്. അതിൽ ഒന്ന് സ്റ്റിമുലസ്, ഏതൊക്കെ ടച്ച്, ഗസ്റ്റർ ഓർ സൗണ്ട്സ് പോലുള്ള സ്റ്റിമുലസും, അതായത് ആ സ്റ്റിമുലസും പിന്നെ ഡിസൈഡ് ഇമോഷണൽ സ്റ്റേറ്റ്സ് ഓർ റിസോഴ്സ്ഫുൾ ബിഹേവിയറും. അപ്പോൾ അത് നമ്മുടെ ഇന്റേണലിനെ എഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ പുറത്തുണ്ടാവുന്ന സ്റ്റിമുലസുകൾ നമ്മൾ ഇന്റേണൽ ബിഹേവിയേഴ്സിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ള അത് അസസ് ചെയ്യുന്ന ഒരു രീതിയാണെന്ന് പറഞ്ഞ് ആങ്കറിംഗ് ടെക്നിക് എന്ന് പറയുന്നത്, ആങ്കറിംഗ് NLP ടെക്നിക് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ലാസ്റ്റ് വൺ, മിററിംഗ് ഇൻവോൾവ്സ് ഡാഷ് matching the body movements of the other person, matching the lip movements of the other person, matching the physical patterns of the other person, matching the eye movements of the other person. ഇവിടെ മിററിംഗ് എന്ന് പറയുന്നതും ഒരു NLP ടെക്നിക്ക് തന്നെയാണ്. അവിടെ ആൻസർ ആയിട്ട് എടുത്ത് പറയുന്നത് മാച്ചിങ് ദ ഫിസിക്കൽ പാറ്റേൺസ് ഓഫ് ദി അതർ പേഴ്സൺ എന്നുള്ളതാണ്. ഫിസിക്കൽ പാറ്റേൺസ് ഓഫ് ദി അതർ പേഴ്സൺ എന്നുള്ളതാണ് മിററിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ് മിററിംഗ്? മിററിംഗ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ ടെക്നിക് where someone subconsciously or consciously mimics the behaviors or speech patterns or attitudes of another person to build rapport, establish trust and potentially influence them. ഓക്കെ, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനോ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടോ മറ്റുമായിട്ട് നമ്മൾ മറ്റൊരാളുടെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ മറ്റൊരാളുടെ ബിഹേവിയേഴ്സിനെ മിമിക് ചെയ്യുകയോ അവരുടെ സ്പീച്ച് പാറ്റേൺസിനെ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിനെ മറ്റൊരു പേഴ്സണിന്റെ ആറ്റിറ്റ്യൂഡിനെ നമ്മൾ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയാണെന്ന് പറയുന്നത് മിററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവരിലൊരു ട്രസ്റ്റ് ഉണ്ടാക്കുക, ഒരു ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ഒരു ബന്ധങ്ങൾ സ്ഥാപിക്കുക, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ സ്കൂളുകളിലൊക്കെ നമ്മൾ അധ്യാപകരെ മറ്റു കുട്ടികൾ മിമിക് ചെയ്യുന്നുണ്ടാവാം, അവരുടെ നടത്ത ഭാവങ്ങളെ കുറിച്ചൊക്കെ കാണിക്കുന്നുണ്ടാവാം, അവരുടെ ആറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവാം, അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ചില വേർഡുകൾ എടുത്ത് പറയുന്നുണ്ടാവാം. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് മിററിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സിനിമ ഫീൽഡിലുള്ള നടന്മാരെ ഫോളോ ചെയ്യുന്ന രീതിയും നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, മിററിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കാം. സോ 80ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഇതുവരെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് വരുന്നത് 81 മുതൽ 90 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.